മാനേജറായിട്ടും അതുപോലെ തന്നെ ബ്രാൻഡ് പ്രൊമോട്ടർ മാനേജർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ അതുപോലെ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിലായാലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. സുഹൃത്തെ അല്ലെങ്കിൽ അനിയ, എനിക്കൊരു വിസ റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നമ്മളങ്ങനെ വിസ ശരിയാക്കി കൊടുക്കുന്ന ഒരു കാര്യം നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു സേവനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പണ്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു ഇൻ്റർവ്യൂ കാർഡ്, ഞാൻ ജോലി ഇല്ലാതിരുന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാലക്കാടായിരുന്ന ഞാൻ അറിയാൻ ബുദ്ധിമുട്ടിയതൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, അതുപോലെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്, മലപ്പുറത്ത്, തിരൂര്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പലരും അറിയുന്നില്ല. പല ജോബിലേക്കും പല ഇൻ്റർവ്യൂസും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്, ഡെയിലി എന്ന് പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ ജോലി അന്വേഷിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസികളുടെയും ഭാഗത്തു നിന്ന് കളക്ട് ചെയ്യുന്നതല്ല. ഞാൻ മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ പലരും എനിക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് ഏജൻസികളും എനിക്ക് അയച്ചു തരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതും ഞാൻ അവരുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ ഫോൺ നമ്പർ എൻ്റെ വീഡിയോയിൽ കൊടുക്കാത്തതും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആർക്കും അങ്ങനെ ഒരു വിസ തയ്യാറാക്കി കൊടുക്കാനുള്ള മാത്രം വലിപ്പമുള്ള ഒരാളായിട്ടില്ല ഞാനിപ്പോഴും. നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കുക എന്നുള്ളൊരു സേവനം ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് സഹോദരന്മാർക്ക് ഇപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി ഒരു 30-40 പേർക്ക് ഞാൻ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും എന്നോട് ജോബ് വേക്കൻസി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിലായിട്ടും അതുപോലെ ഇൻസ്റ്റഗ്രാമിലായിട്ടും എനിക്ക് ജോബ് വേക്കൻസി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് അയച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നതും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏജൻസികളായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏജൻസികളൊക്കെ നമ്മുടെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം ഞാനൊരു ഇൻ്റർവ്യൂ കാർഡ് തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് നിങ്ങൾ പോയിട്ട് കുടുക്കിൽ വീഴരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇൻ്റർവ്യൂ ഒരുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറയുന്ന ആളുകളുടെ ഓഫീസ് അത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ എപ്പോഴും 2 വട്ടം ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും അറിയാം സൗദി അറേബ്യയിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ജലദോഷവും അതിൻ്റെതായ രീതിയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം എനിക്കില്ല. കാരണം കണ്ടോ, ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബസ്സിലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം പുറത്ത് നല്ല തണുപ്പാണ്, പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ട്, എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. സൗദിയിലത്തെ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് അക്കൗണ്ട് മാനേജറായിട്ടും അതുപോലെ തന്നെ ബ്രാൻഡ് പ്രൊമോട്ടർ മാനേജറായിട്ട്, സെയിൽസ് മാനേജറായിട്ട്, അതുപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള പോസ്റ്റിലേക്കൊക്കെ ആളെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ UAE-യിലുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് അർജൻറ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയർ, അതുപോലെ ജൂനിയർ സിവിൽ എഞ്ചിനീയർ, ജൂനിയർ EI എഞ്ചിനീയർ എന്നിങ്ങനെയുള്ള പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ജനുവരി ആദ്യത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം അതിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അയച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ വാട്സപ്പ് ചാനലിൽ എൻ്റെ ഈ കയ്യിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇപ്പോൾ തന്നെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും അത് എടുക്കാവുന്നതാണ്. വാട്സപ്പ് ചാനൽ വഴി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അയച്ചു തരാം. ഓക്കെ ഗൈസ്, എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഞാനിന്ന് ഡീറ്റെയിലിംഗ് ആയിട്ടൊരു വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.